അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് അവനോട് കൂടെ നമ്മൾ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. അവൻ നമ്മളോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാപത്തിന് പരിഹാരവും വരുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി മരിച്ചത് വഴി നമുക്കും അവനോട് കൂടെ ജീവിക്കണമെന്നുള്ള വാഞ്ച ഉണ്ടാകണം. അതായത് യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നതാണ് അവനോടുള്ള സ്നേഹം. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുന്ന എന്തിനാണ്? അവനോട് കൂടെ ജീവിക്കുവാനാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തിലല്ലാത്ത സ്നേഹമെല്ലാം കാപട്യം നിറഞ്ഞതാണ്, അത് വഞ്ചന നിറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് അവനിൽ നിന്ന് കിട്ടുന്ന ഭൗതികമായിരിക്കുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി താൻ ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്തി അവനോടുകൂടെ നിത്യവാസം വാഴുവാനായിട്ട് അവൻ എന്നെ സ്നേഹിച്ചപ്പോൾ ഞാനും തിരിച്ച് സ്നേഹിക്കേണ്ടത് എനിക്കും കർത്താവിനോട് കൂടെ ജീവിക്കണം. ആകിയാൽ കർത്താവ് അതിനുവേണ്ടി നമുക്ക് വേണ്ടി മരിച്ചത് വഴി നമ്മളും അവന് വേണ്ടി മരിക്കണം. അതിന് പ്രിയപ്പെട്ടവരെ, അവനെ സ്നേഹിച്ചതിന് ശേഷം നമ്മൾ സ്നാനമേൽക്കുമ്പോൾ അവനോട് കൂടെ മരിച്ചതിന് തുല്യമായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേൽക്കുമ്പോൾ നാം ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്വർഗത്തിൽ പുത്രനോട് കൂടെ ഇരിപ്പാൻ നമ്മൾ അവകാശം നേടുന്നു.